നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അന്ത്യം കുറിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ തുടരുന്നതിനിടെ കടുപ്പമേറിയ ഉപാധികളുമായി ഇറാൻ രംഗത്ത് വന്നതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് ലെബനനുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് സമ്മതമറിയിച്ച് ഇസ്രായേൽ. എന്നാൽ മരവിപ്പിച്ച തങ്ങളുടെ ആസ്തികൾ വിട്ടു നൽകണമെന്നതടക്കമുള്ള കടുത്ത ഉപാധികളുമായി ഇറാൻ രംഗത്ത് വന്നത് സമാധാന ചർച്ചകൾക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും തമ്മിൽ വ്യാഴാഴ്ച നടത്തിയ ടെലിഫോൺ സംഭാഷണമാണ് മേഖലയിലെ രാഷ്ട്രീയ അന്തരീക്ഷം മാറ്റിയത്. ലെബനനുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറായില്ല എങ്കിൽ അമേരിക്ക ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്ന കർശനമായ മുന്നറിയിപ്പാണ് ട്രംപ് നെതന്യാഹുവിന് നൽകിയത്. അമേരിക്കൻ പിന്തുണയിൽ വിള്ളൽ വീഴുമെന്ന ഭയമാണ് ഇസ്രായേലിനെ ചർച്ചകൾക്ക് പ്രേരിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ഹിസ്ബുള്ളയുമായിട്ടുള്ള പോരാട്ടം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ അടുത്തയാഴ്ച വാഷിംഗ്ടണിൽ വെച്ച് ഇസ്രായേൽ ലെബനൻ ഉദ്യോഗസ്ഥർ തമ്മിൽ കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ സൈനിക ശേഷി നിയന്ത്രിക്കുന്നതിലും തെക്കൻ ലെബനനിലെ സൈനിക പിന്മാറ്റത്തിലും ഈ ചർച്ചകൾ നിർണായകമാകും. ഇസ്രായേൽ ചർച്ചയ്ക്ക് തയ്യാറായെങ്കിലും ഹിസ്ബുള്ളയുടെ പ്രധാന സഹായിയായ ഇറാൻ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അമേരിക്കയുമായി ചർച്ച തുടങ്ങുന്നതിന് മുൻപായി രണ്ട് പ്രധാന ഉപാധികളാണ് ഇറാൻ സ്പീക്കർ മുഹമ്മദ് ബക്കർ കാലിബാഫും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും മുന്നോട്ട് വച്ചിരിക്കുന്നത്. ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന എല്ലാ ആക്രമണങ്ങളും ഉടൻ അവസാനിപ്പിക്കണം. US ഉപരോധം കാരണം വിദേശ ബാങ്കുകളിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന 10,000 കോടി ഡോളറിന്റെ ഇറാനിയൻ ആസ്തികൾ ചർച്ചകൾക്ക് മുന്നോടിയായി വിട്ടു നൽകണം. ലെബനനിലെ ആക്രമണങ്ങൾ തുടരുന്നത് വെടിനിർത്തൽ കരാറിനെ തകർക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ഇറാനുമായി 6 ആഴ്ച നീണ്ട സംഘർഷം അവസാനിപ്പിക്കാൻ പ്രസിഡന്റ് ട്രംപ് ചുമതലപ്പെടുത്തിയത് വൈസ് പ്രസിഡന്റ് JD വാൻസിനെയാണ്. സമാധാന ചർച്ചകൾക്കായി ഇസ്ലാമാബാദിലേക്ക് തിരിച്ച വാൻസ് ഇറാൻ ആത്മാർത്ഥത കാണിക്കണമെന്നും അമേരിക്കയെ പരീക്ഷിക്കാൻ മുതിരരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാർച്ചിൽ ആരംഭിച്ച ആക്രമണങ്ങളിൽ ഇതുവരെ ലെബനനിൽ 1888 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്കുകൾ. ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകളും ഹിസ്ബുള്ളയെ നിരായുധരാക്കാനുള്ള നീക്കങ്ങളും ചർച്ചകളിൽ പ്രധാന തടസ്സമായി നിൽക്കുന്നു. ലെബനൻ വിഷയത്തെ ഇറാൻ ചർച്ചകളിൽ നിന്ന് വേർപെടുത്തണമെന്ന് നെതന്യാഹു ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ലെബനൻ വിഷയം പരിഹരിക്കാതെ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് ഇറാൻ ആത്മാർത്ഥതയോടെ ചർച്ചകൾക്ക് തയ്യാറാകുകയാണെങ്കിൽ സഹകരിക്കാമെന്നും എന്നാൽ അമേരിക്കയെ പരീക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് ഗുണകരമാകില്ലെന്നും വാൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനുമായുള്ള 6 ആഴ്ച നീണ്ട സംഘർഷം അവസാനിപ്പിക്കാൻ ഒരു പരിഹാരം കണ്ടെത്താനാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാൻസിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ട്രംപ് ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചേക്കുമെന്ന ഭയമാണ് ഇസ്രായേലിനെ ചർച്ച നടത്താനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചനകൾ. ഈ ഫോൺ സംഭാഷണത്തിന് തൊട്ടുപിന്നാലെയാണ് ലെബനനുമായി നേരിട്ടുള്ള വെടിനിർത്തൽ ചർച്ചകൾക്ക് താൽപ്പര്യമുണ്ടെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചത്. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട ഈ മേഖലയിൽ സമാധാനം കൊണ്ടുവരാനുള്ള സമ്മർദ്ദം ട്രംപ് ഭരണകൂടം തുടരുകയാണ്. ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകളും ലെബനനിലെ സൈനിക നിയന്ത്രണങ്ങളും ഈ നയതന്ത്ര ചർച്ചകളിൽ പ്രധാന വിഷയങ്ങളാകും. അതേസമയം ലെബനൻ വിഷയത്തെ ഇറാനുമായി ബന്ധപ്പെട്ട് വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് വേറിട്ട് നിർത്തണമെന്ന് നെതന്യാഹു ട്രംപിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ വാരാന്ത്യത്തിൽ പാകിസ്ഥാനിൽ നടക്കുന്ന ചർച്ചകളിൽ ലെബനനിലെ പോരാട്ടം അവസാനിപ്പിക്കണമെന്നത് ഇറാന്റെ പ്രധാന ആവശ്യമാണ്. മാർച്ചിൽ ആരംഭിച്ച ആക്രമണങ്ങളിലാണ് ഇതുവരെ 1800-ലധികം ആളുകൾ കൊല്ലപ്പെട്ടത്. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രായേലിൽ 2 പേർ കൊല്ലപ്പെട്ടതായും ഔദ്യോഗിക കണക്കുകൾ പറയുന്നു. ഹിസ്ബുള്ളയുടെ സൈനിക ശേഷി നിയന്ത്രിക്കാൻ 2024 അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒരു കരാർ ഉണ്ടാക്കിയിരുന്നുവെങ്കിലും അത് ഫലപ്രദമായി നടപ്പിലാക്കാൻ ലെബനന് സാധിച്ചില്ലെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു. ഇതിനെ തുടർന്നാണ് നിലവിലെ സംഘർഷം രൂക്ഷമായതും തെക്കൻ ലെബനനിൽ ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചതും. കഴിഞ്ഞ 40 ദിവസമായി തുടരുന്ന യുദ്ധം ലോകത്തിന്റെ ഇന്ധന വിതരണത്തെയും പെട്രോ കെമിക്കൽ മേഖലയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ ഇറാനിൽ 1000-ലധികം വ്യോമാക്രമണങ്ങൾ നടത്തിയതായും ഏകദേശം 4000 ലക്ഷ്യങ്ങൾ തകർത്തതായും ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഈ സംഘർഷത്തിനിടെ അമേരിക്കയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ സൈനിക ആസ്തികൾ നഷ്ടപ്പെടുകയും 2 സൈനികരെ രക്ഷിക്കാൻ ഇറാനിൽ അതിസാഹസികമായ ദൗത്യം നടത്തേണ്ടി വരികയും ചെയ്തു. വൻ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടും ശത്രു കൂടുതൽ ശക്തമായി മാറുന്നത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്.